ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നൈ ഫോർ വേൾഡ്. അപ്പോൾ ഇതാ ഇന്ന് മോൻ്റെ സ്കൂളിലത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. അവന് സ്കൂളിൽ നിന്ന് സ്പോർട്സ് ഉണ്ടായപ്പോൾ ഓട്ട മത്സരം അതുപോലെ പൊട്ടാറ്റോ ഗേദറിങ്ങിലൊക്കെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് തല കായിക മത്സരത്തിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അങ്ങനെ 11-ാം തീയതി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 9 സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ കുട്ടികളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഫസ്റ്റ് തന്നെ മാർച്ച് പാസിന് വേണ്ടിയിട്ട് കുട്ടികളെ ടീച്ചേഴ്സ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്കൂളും ഓരോരോ ഡ്രസ് കോഡിലാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ അർജൻറ്റീനയുടെ ജേഴ്സിയും അതുപോലെ തന്നെ വേറെ ട്രൗസറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു എനർജിക്കും വേണ്ടി എല്ലാവരും ഗ്ലൂക്കോസ് പൊടിയൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് ആയിക്കുമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ മുപ്പര് പിന്നെ ആ കിട്ടിയ ചാൻസിന് കുറേ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് 100 മീറ്ററിൻ്റെ ഓട്ട മത്സരം ഫസ്റ്റ് തുടങ്ങി. പിന്നെ ആണെങ്കിൽ അവൻ്റെ ഈ മത്സരത്തിൽ കൂടുതൽ ആകാംക്ഷയും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവനെക്കാട്ടിയും കൂടുതൽ എനിക്കാണ് കേട്ടോ. ജയിക്കുമോ അല്ലെങ്കിൽ എന്താവും, ഫസ്റ്റ് തന്നെ എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള കൂടുതൽ ആകാംക്ഷ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ വന്ന പോലെ തന്നെ ആ കാപ്പി ടീഷർട്ടിട്ട കുട്ടിയുടെ കുറച്ചുകൂടി മുമ്പിലെത്താൻ പറ്റിയെന്നല്ലാണ്ട് അവന് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവനെക്കാട്ടി കുറച്ചും കൂടി ഹൈറ്റൊക്കെ ഉള്ള കുട്ടി അവരുടെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോനിക്കാട്ടോ എപ്പോഴും ഫസ്റ്റ് കിട്ടാറ്. അപ്പോൾ ഇന്നും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫൈസാൻ എന്ന് പറഞ്ഞ മോനാണ്. ഫൈസാൻ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇവനിക്കാട്ടോ കിട്ടാറുള്ളത്. പിന്നെ ഇവിടെ എത്തിയപ്പം എന്താണെന്ന് വെച്ചാൽ വേറെയും കുട്ടികളൊക്കെ ഉള്ളത് എല്ലാ സ്കൂളിലെ കുട്ടികളെയും കൂടി ചേർത്തിട്ടാണല്ലോ ഓട്ട മത്സരമൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പം മുൻപിലെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതിൻ്റേതായ സങ്കടവും കാര്യങ്ങളൊക്കെ മൂപ്പർക്കുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പൊട്ടാറ്റോ ഗേദറിംഗ് ഉണ്ടായിരുന്നു, അതിനും അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ എന്താ വെച്ചാൽ അവനൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടോ. അപ്പോൾ അതന്നെ അവന് പൊട്ടാറ്റോ ഗേദറിംഗിൽ ഫസ്റ്റ് കിട്ടാനുള്ളതാണ്. സ്കൂളിൽ നിന്ന് ഫൈസാനാണ് ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് എങ്കിലും കൂടി അവന് ഫൗളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫൈസാന് ഫൗളായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനക്ക് മോനിസിന് കറക്റ്റ് ആ ഒരു വട്ടത്തിൽ ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുവച്ചുകൊണ്ടിട്ട് അവനക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന്. എന്നിട്ടാണ് ഇവിടേക്ക് സെലക്ഷൻ കിട്ടിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവന് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. കാരണം വേറെ ഒന്നല്ല, എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യണം. അപ്പോൾ അവനതൊക്കെ കൂടി ശ്രദ്ധിച്ച് വന്നപ്പോൾ ഫസ്റ്റ് എനിക്കൊരു കൺഫ്യൂഷൻ ആവാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം എന്നോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ അങ്ങനെ കൂടുതൽ പറഞ്ഞെടുക്കുന്നത് അവനക്കറിയാം അവൻ ചെയ്തോളും പറയുന്നത്. ഒരു കണക്കിന് എന്നെക്കാട്ടി കൂടുതൽ അവനക്കറിയാം കേട്ടോ. കാരണം അതൊക്കെ ചെയ്ത് വന്നിട്ടാണല്ലോ അവന് കറക്റ്റ് ഇവിടേക്ക് സെലക്ഷൻ കിട്ടിയത്. പക്ഷെ ഞാൻ ഒന്നും കൂടി കൂടുതൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ അതിൽ ശ്രദ്ധ കിട്ടില്ല. അതാണ് എൻ്റെ ഒരു കാരണം. പിന്നെ നമുക്ക് എന്തായാലും മക്കൾ ജയിച്ചിട്ട് കാണണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് കേട്ടോ പറ്റിയത്. അപ്പോൾ അവന് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവന് സ്കൂളിൽ നിന്ന് കളിച്ച മത്സരത്തിൽ പൊട്ടാറ്റോ ഗേദറിങ്ങിൽ അവന് ഫസ്റ്റ് തന്നെ കിട്ടിയ ഒരു വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മോനാണ് മന്തങ്കാവ് സ്കൂളിന്, അതായത് മോനിസിൻ്റെ സ്കൂളിന് ഇരട്ട വിജയം കൈവരിച്ചു കൊടുത്തത്. അതായത് പൊട്ടാറ്റോ ഗേദറിങ്ങിലും അതുപോലെ ഓൾട്ടോ മത്സരത്തിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മോനാട്ടോ. അവൻ്റെ അടുത്ത ഫ്രണ്ട് വിജയം കൈവരിച്ചതിൽ അതിയായ സന്തോഷം അവനുണ്ടെങ്കിലും കൂടി ഒറ്റൊന്നിൽ പോലും ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടവും കൂടി അവനുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ മോനോട് പറഞ്ഞു, മോന് സ്കൂളിൽ നിന്ന് ജയിച്ചതുകൊണ്ടാണല്ലോ മോനക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് സെലക്ഷൻ കിട്ടിയത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് മെഡലൊക്കെ അതും കിട്ടിയിട്ടുണ്ടല്ലോ, അതുപോലും കിട്ടാത്ത കുട്ടികൾ എത്ര ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോന് വിഷമിക്കേണ്ട, അടുത്തൊരു പ്രാവശ്യം നമുക്ക് എന്തായാലും വിജയിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇതിൻ്റെ കൂടെ മോന് സ്കൂളിൽ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള 2 പിക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.